സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ ടാറ്റ കൊടുത്തു വിടുക. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണണം. സാധാരണഗതിയിൽ നിയമനിർമ്മാണ സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകേണ്ടതാണ്, ഒരു മൂകത ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ഒന്നടങ്കം പോകാൻ പോകുന്നു. കാര്യം ട്രെയിനിന് സമയമായി. നൈസിന് എല്ലാവരും കൂടി പോകുമ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ധനാഭ്യർത്ഥന ചർച്ചയെ സംബന്ധിച്ച് മറുപടി പറയുന്നത്. ആ വിദഗ്ധമായ ഇറങ്ങിപ്പോക്കിനെ ഒരു ടാറ്റയും കൊടുത്ത് ട്രോൾ ചെയ്ത് എങ്ങനെയെന്നൊന്ന് കേട്ടെ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സർ, നിർമ്മാണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ പ്ലീസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സാർ, ചിലത് പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനം പറഞ്ഞോളും എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ വ്യാപകമാക്കി. ഇപ്പൊ കളർഫുൾ അല്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. കണ്ടില്ലേ, സതീശന് 2-3 ഉദ്ഘാടന പരിപാടിയും ബാക്കിയുള്ളവർക്ക് വീട്ടിൽ പോകാനുള്ള ട്രെയിനും എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യമില്ലെങ്കിലും ഞങ്ങളിതാ അലവൻസും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോണേ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് ഒരു വാചകം പറയുന്നുണ്ട്. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും ജനങ്ങളിത് കാണുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ചായയും വടയും കഴിക്കുന്നു, വരുന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നു, എന്നിട്ട് ചോദ്യം ചോദിച്ചു എന്ന് വരുത്തുന്നു, ഉത്തരം കേൾക്കാതെ മുങ്ങുന്നു. ഇതൊക്കെയാണ് പതിവ് കലാപരിപാടികൾ. അത് ഇന്നലെ നിയമസഭയിൽ അരങ്ങേറി. ആ അരങ്ങേറിയതിനാണ് മന്ത്രി റിയാസും MLA-മാരും ടാറ്റ കൊടുത്ത് അഭിവാദ്യം അർപ്പിച്ച് ഇറക്കി വിടുകയും പിന്നാലെ നല്ല ട്രോളുകൾ കൂടി ഇറക്കി വിട്ടുകൊടുത്തത്. ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഒരു പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ, അവർ ഇരിക്കുന്നതും ഇരിക്കാത്തതും ഒരുപോലെയാണ്. ഇരിക്കുന്നെങ്കിൽ വേറെ കാര്യമൊന്നും ഇല്ലെങ്കിലും ഇച്ചിരി ഒച്ചപ്പാടോ ബഹളോ അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഡയലോഗടിയോ കേൾക്കാമായിരുന്നു. പക്ഷേ ട്രെയിനിന് ടൈം ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉടനടി നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് എസ്കേപ്പ് അടിക്കുക. എന്നിട്ട് പുറത്ത് ഞങ്ങൾ വിളിച്ചു നിർത്തിയിരിക്കുന്ന മാധ്യമ കോലുകൾക്ക് മുന്നിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ നിന്ന് ഞങ്ങളിതാ വിട്ടു നിൽക്കുന്നു എന്ന 2 പഞ്ച് ഡയലോഗ് അടിക്കുക. ഇതിനു വേണ്ടി ഇറങ്ങിപ്പോയതാണ്. എന്തായാലും ആ പോക്കിനെ തന്നെ ജനം കാണുന്നുണ്ടെന്നും ചർച്ചയ്ക്ക് വലിയ കളർഫുൾ ഇല്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാമെന്നും പറയാണ്. കാര്യം ഒരു വിഷയത്തിൽ ചർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം വേണമല്ലോ. അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയണമല്ലോ. ഇതൊന്നും ഇല്ല. അലവൻസ് മേടിക്കുക, പോക്കറ്റിലിടുക, വീട്ടിൽ പോവുക. അതാണ് സഭയിൽ കണ്ടത്. അതിനാണ് ടാറ്റയും ട്രോളും അരങ്ങേറിയത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സർ, നിർമ്മാണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ പ്ലീസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സാർ, ചിലത് പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനം പറഞ്ഞോളും എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ വ്യാപകമാക്കി. ഇപ്പൊ കളർഫുൾ അല്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം.